നമ്മൾ തൃശ്ശൂർക്കാരെ ശക്തൻ തമ്പുരാൻ കൊട്ടാരം റീഓപ്പൺ ആയിട്ടാ 2-2.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മൂപ്പർ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. വടക്കേ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ കൊട്ടാരം നിലനിൽക്കുന്നത്. കൊട്ടാരം എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല കേട്ടോ, നല്ലൊരു പുരാവസ്തു മ്യൂസിയം കൂടിയാണ് ഇന്ന് ശക്തൻ തമ്പുരാൻ കൊട്ടാരം. കൊച്ചി രാജവംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയുടെ ഈ കോവിലകം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നടുമുറ്റവും അടുക്കളയും ഒക്കെയായി ഒരു കേരള ഡച്ച് വാസ്തുവിദ്യയിലാണ് ഈ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കൊട്ടാരത്തിനകത്ത് വീഡിയോഗ്രാഫി അലൗഡ് അല്ലാട്ടാ, അതാണ് ഫോട്ടോസിൽ ഒതുക്കേണ്ടി വന്നത്. ഭണ്ഡാരപ്പെട്ടി കണ്ടതും അതിൻ്റെ അടുത്തുനിന്ന് മാറാതെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ആൾക്ക് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അന്നത്തെ നാണയങ്ങളുടെ ശേഖരത്തിൽ നിന്ന് അണയും കാലണയൊക്കെ കാണാൻ പറ്റി. ലിഖിതങ്ങളും അതിലെ വട്ടെഴുത്തും അതൊന്നും മനസ്സിലായില്ലെങ്കിലും കാര്യമായി നോക്കിക്കുന്ന ആളെയും വീഡിയോയിൽ കാണാം. തിരുവിതാംകൂറിന് മാർത്താണ്ഡവർമ്മ എങ്ങനെയാണോ അതുപോലെയാണ് കൊച്ചി രാജവംശത്തിന് ശക്തൻ തമ്പുരാൻ എന്ന് വിളിപ്പേരുള്ള രാമവർമ്മ. കൊട്ടാരത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള ഈ വ്യൂ ഉണ്ടല്ലോ, അത് അനുഭവിച്ച് തന്നെ അറിയണം. അവസാനം അതെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നല്ലൊരു മുറ്റം സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ പോയിട്ടാണ് നമ്മൾ ഏറ്റവും കാത്തിരുന്ന പൈതൃക ഉദ്യാനമുള്ളത്. ഏറ്റവും തിരക്കുള്ള തൃശ്ശൂർ നഗരത്തിനകത്ത് ഇത്രയും സമാധാനപൂർണ്ണമായി സുഹൃത്തുക്കളുമായും ഫാമിലിയായൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. സാമൂതിരിരാജയുടെയും ശക്തൻ തമ്പുരാൻ്റെയും ശവകുടീരം ഈ പൈതൃക ഉദ്യാനത്തിൽ തന്നെയാണ് ഉള്ളത്. 2 പേരോടും യാത്രയും പറഞ്ഞ് കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. തൃശ്ശൂർക്ക് വരണമെങ്കിൽ ഇവിടെ കയറാൻ മറക്കണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അപ്പോൾ ശരി എന്നാൽ